one is asked to say a 2-digit number. What is the probability of it being a perfect square? ഒരാളോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. പറയുന്ന സംഖ്യ പൂർണ്ണവർഗമാവാനുള്ള സാധ്യത എന്താണ്? ഈ ഭാഗത്ത് നിന്ന് പല രീതിയിൽ ചോദ്യങ്ങൾ വരും. നമുക്ക് ഈ രണ്ടക്ക സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന് പുറമെ ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ചും കൂടി ചോദിക്കാം. ഇത് ഇവിടെ നമുക്ക് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. ചിലത് നമുക്ക് ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് ഒരാളോട് രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടാണ്. 2-digit നമ്പർ, 2 ഡിജിറ്റ്, രണ്ടക്കമുള്ള സംഖ്യ, 2 ഡിജിറ്റ് ഉള്ള നമ്പർ. അത് എവിടുന്ന തുടങ്ങാം? 10 തൊട്ട് 99 വരെയുള്ള സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയാ, 2-digit നമ്പർ അഥവാ രണ്ടക്ക സംഖ്യ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? 10 മുതൽ 99 വരെ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? അപ്പോ എത്ര ഉണ്ടാവും? 90 എണ്ണം ഉണ്ടാവും. എത്ര ഉണ്ടാവും? 90 എണ്ണം ഉണ്ടാവും. ഓക്കെ, അതെങ്ങനെ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മുതൽ 100 വരെ 100 സംഖ്യ ഉണ്ട് അല്ലെ. 1 മുതൽ 100 വരെ 100 സംഖ്യ ഉണ്ട്. അതില് 1 മുതൽ 9 വരെ ഒരക്ക സംഖ്യയാണ്. അപ്പൊ 9 എണ്ണം പോയി. 100 എന്ന് പറയുന്നത് 3 അക്ക സംഖ്യയാണ്. അപ്പൊ 1 പോയി. അപ്പൊ മൊത്തം എത്ര എണ്ണം പോയി? 10 എണ്ണം പോയി. 100 10 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? 90 ഉണ്ടാവും. ഓക്കെ, എത്ര ഉണ്ടാവും? 90 ഉണ്ടാവും. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പൂർണ്ണവർഗമാവാനുള്ള സാധ്യത, പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള സാധ്യത. അപ്പൊ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയറുകൾ ഒന്ന് പറഞ്ഞു നോക്കാം. 1ന്റെ സ്ക്വയർ 1 ആണ്, അത് രണ്ടക്ക സംഖ്യ അല്ല. 2ന്റെ സ്ക്വയർ 4 ആണ്, 2ന്റെ വർഗം 4 ആണ്. സ്ക്വയർ അല്ലെങ്കിൽ പൂർണ്ണവർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകളെ അതേ സംഖ്യയോടെ തന്നെ ഗുണിച്ചാൽ മതി. 1 × 1 1, 2 × 2 4, അപ്പൊ അത് വരില്ല. 3 × 3 9, അപ്പൊ അതും വരില്ല. 4 × 4 16, അപ്പൊ ഫസ്റ്റത്തെ പൂർണ്ണവർഗം ഏതാണ്? 16. പിന്നെ 5 × 5 25, 6 × 6 36, 7 × 7 49, 8 × 8 64, 9 × 9 81. ഇനി 10 × 10 100 ആണ്, അത് രണ്ടക്ക സംഖ്യ അല്ല. ഓക്കെ, അപ്പൊ ഇത്രയും പൂർണ്ണവർഗങ്ങളാണ് നമുക്കുള്ളത്, അഥവാ പെർഫെക്റ്റ് സ്ക്വയറുകൾ. എന്താണ് നമ്മളുടെ സാധ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി കാണാൻ ഇക്വേഷൻ? പോസിബിൾ ഔട്ട്കം ബൈ ടോട്ടൽ ഔട്ട്കം, അഥവാ അനുകൂല സാധ്യത ബൈ ആകെ സാധ്യത. എന്താണോ നമുക്ക് കിട്ടേണ്ടത് അതേ ബൈ ആകെ എണ്ണം. ഇവിടെ എന്തായിരുന്നു നമുക്ക് കിട്ടേണ്ടത്? പൂർണ്ണവർഗങ്ങൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ എത്ര ഉണ്ട്? 1 2 3 4 5 6. അപ്പൊ 6 ബൈ ആകെ എത്ര ഉണ്ട്? 90. അപ്പൊ 6 ബൈ 90. ഓക്കെ, അതിന് ചെറുതാക്കുമ്പോൾ നമുക്ക് 1/15 എന്ന് കിട്ടും. ഓക്കെ, ഒന്നെങ്കിൽ 6/90 അല്ലെങ്കിൽ ചെറുതാക്കുമ്പോൾ 1/15. ഇനി മറ്റൊരു രീതിയിൽ ഇവിടെ നിന്ന് ചോദിക്കാവുന്നതാണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ടു ബിക്കം ഫസ്റ്റ് ഡിജിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ സെക്കൻഡ് ഡിജിറ്റ്? ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ കൂടുതലാവാനുള്ള സാധ്യത. ആദ്യത്തെ അക്കം രണ്ടാമത്തേതിനേക്കാൾ കൂടുതലാവണം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം 10 എന്നാണ് അല്ലെ. 10 എടുക്കുമ്പോ 1 0 അല്ലെ, 1 0. അപ്പൊ ആദ്യത്തെ അക്കം രണ്ടാമത്തേനേക്കാൾ വലുതല്ലേ, അപ്പൊ 10 വരും. 11 വരുമോ? ഇല്ല, കാരണം രണ്ടും എന്താണ്? സെയിം ആണ്. 12 വരുമോ? 12. 11ന്റെ അവിടുന്ന് അങ്ങോട്ട് 12 തൊട്ട് രണ്ടാമത്തെ അക്കാണ് വലുത്, ആദ്യത്തേതാണോ? അല്ല. ഇനി അടുത്തത് വരിക 20 21. 22ന്റെ അവിടുന്ന് അങ്ങോട്ട് വരില്ല. പിന്നെ 22 രണ്ടും സെയിം ആണ്. 23 തൊട്ട് രണ്ടാമത്തെ അക്കാണ് വലുത്. പിന്നെ ഏതാ വരിക? 30 31 32. പിന്നെ 40 41 42 43. ഓക്കെ, എല്ലാ സംഖ്യകളും അങ്ങനെ 44 വരെ. അപ്പൊ 50 തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ 54 വരെ, 55 വരില്ല. അപ്പൊ 50 51 52 53 54. ഇനി 60 ആണെന്നുണ്ടെങ്കിലോ 60 61 62 63 64 65. 70 71 72 73 74 75 76. 80 81 82 83 84 85 86 87. 90 91 92 93 94 95 96 97 98. ഓക്കെ, അപ്പൊ എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കി.
ഇടപ്പേനയുടെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45. അപ്പൊ 45/90. ചെറുതാക്കുമ്പോ 1/2. രണ്ടിനെ നമുക്ക് 45 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? ഇനി വേറെ രീതി. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ടു ബിക്കം സെക്കൻഡ് ഡിജിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഫസ്റ്റ്? രണ്ടാമത്തെ അക്കം ഒന്നാമത്തെ അക്കത്തിനേക്കാൾ കൂടുതലാണ്. അപ്പൊ നമ്മളിപ്പോ എടുക്കാത്ത സംഖ്യകൾ എടുത്താൽ മതി. അതിൽ ഒരേപോലെയുള്ള സംഖ്യയും ഒഴിവാക്കണം. അപ്പൊ 10 വരില്ല, 11 വരില്ല. അവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ വരും. 12 തൊട്ട് 12, 13, 14, 15, 16, 17, 18, 19 അല്ലെ? ഇതിലൊക്കെ രണ്ടാമത്തെ അക്കാണ് വലുത്. 20 എവിടുന്ന് വരും? 23 തൊട്ട് വരും. 23, 24, 25, 26, 27, 28, 29. ഇനി 30-ലോ 34 തൊട്ട് 34, 35, 36, 37, 38, 39. 40-ല് 45, 46, 47, 48, 49. 50-ലാണെന്നുണ്ടെങ്കിലോ 56, 57, 58, 59. 60-ലാണെന്നുണ്ടെങ്കിൽ 67, 68, 69. 70-ലോ 78, 79. 80-ല് 89. ഇനിയുണ്ടോ? ഇല്ല. 90-ല് ഒന്നും രണ്ടാമത്തെ അക്കം വലുതായിട്ട് വരുന്നില്ല. 99 കഴിഞ്ഞ് പിന്നെ സംഖ്യ ഇല്ലാത്തതുകൊണ്ട്. ഇതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36. അപ്പൊ 36/90. ചെറുതാക്കുമ്പോ 4/10 എന്ന് കിട്ടും. ഓക്കെ, 9 ഡിവൈഡ് ചെയ്താൽ മതി. അതിനെയും ചെറുതാക്കാം 2/5. അടുത്ത വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ടു ബിക്കം ബോത്ത് ഡിജിറ്റ് ബീങ് സെയിം? രണ്ടക്കങ്ങളും തുല്യമാവാനുള്ള സാധ്യത. രണ്ട് ഡിജിറ്റുകളും തുല്യമാണ്. ഏതൊക്കെയാ? 11, പിന്നെ 22, 33, 44, 55, 66, 77, 88, 99. എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9. അപ്പൊ 9/90. ഓക്കെ, 1/10. വേറൊന്ന്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ടു ബിക്കം ബോത്ത് ഡിജിറ്റ് ബീങ് പെർഫെക്റ്റ് സ്ക്വയർ? രണ്ടക്കങ്ങളും പൂർണ്ണവർഗങ്ങളാവണം. അപ്പൊ 10 എടുക്കാൻ പറ്റില്ല അല്ലല്ലോ. പൂർണ്ണവർഗം സ്റ്റാർട്ട് ചെയ്യുന്നത് 1 എന്നാണ്. അപ്പൊ 11 എടുക്കാം അല്ലെ? 11 എടുക്കാം. പിന്നെ 12 പറ്റുമോ? പിന്നെ അടുത്ത പൂർണ്ണവർഗങ്ങൾ നമുക്ക് ഇവിടെ ഒന്ന് എഴുതി നോക്കാം. ഒന്ന് 1 ആണ്, പിന്നെ 4 ആണ്, പിന്നെ 9 ആണ്. ഇതാണ് ഡിജിറ്റുകൾ. 0 തൊട്ട് 9 വരെയുള്ള ഡിജിറ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ അക്കങ്ങൾ എഴുതുക. അതിൽ പൂർണ്ണവർഗങ്ങൾ വരുന്ന ഡിജിറ്റുകൾ ഇതൊക്കെയാണ്. ഒന്ന് 1 ആണ്, പിന്നെ 4, പിന്നെ 9 അല്ലെ? 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9. അപ്പൊ 1ന്റേതായി. ഇനി അടുത്ത ഏതായിരിക്കും? അപ്പോ 14. ഇപ്പൊ രണ്ടും പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? 1ഉം പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 4ഉം പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 1ഉം പൂർണ്ണവർഗമാണ്, 4ഉം പൂർണ്ണവർഗമാണ്. ഇനി 19. ഇനി 20-ല് വരുമോ? ഇല്ല, കാരണം 2 പെർഫെക്റ്റ് സ്ക്വയർ അല്ല. 30-ല് വരില്ല, കാരണം 3 പെർഫെക്റ്റ് സ്ക്വയർ അല്ല. പിന്നെ 40-ല് 41, 44, 49. പിന്നെ 50-ല് വരില്ല, കാരണം 5 പെർഫെക്റ്റ് സ്ക്വയർ അല്ല, 6 പെർഫെക്റ്റ് സ്ക്വയർ അല്ല, 7 പെർഫെക്റ്റ് സ്ക്വയർ അല്ല, 8 പെർഫെക്റ്റ് സ്ക്വയർ അല്ല. പിന്നെ 9-ല് വരും 91, 94, 99. രണ്ട് ഡിജിറ്റുകളും പെർഫെക്റ്റ് സ്ക്വയർ ആവണം, പൂർണ്ണവർഗങ്ങളാവണം. എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കിയേ. 1 2 3 4 5 6 7 8 9. നേരത്തെ പോലെ തന്നെ 9/90, 1/10. ഇനി വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ടു ബിക്കം ഫസ്റ്റ് ഡിജിറ്റ് ആസ് ഡബിൾ ഓഫ് ദ സെക്കൻഡ് ഡിജിറ്റ്? ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തിന്റെ ഇരട്ടിയാവണം. ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തിന്റെ ഇരട്ടിയാവണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് വരുന്ന ഏതാണ്? 21. 10-ലൊന്നും വരില്ല, കാരണം
ആദ്യത്തെ അക്കം രണ്ടാമത്തേന്റെ ഇരട്ടിയാവണം. അപ്പൊ നേരെ ഒന്ന് ചിന്തിച്ചാൽ മതി. രണ്ടാമത്തെ അക്കം എന്താവണം? ആദ്യത്തേന്റെ പകുതി ആവണം. ഒന്നിന്റെ പകുതി ആക്കിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സംഖ്യ എഴുതാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് 10 ഒന്നും വരില്ല. രണ്ടിന്റെ പകുതിയാണ് 1, അപ്പൊ 21 വരും അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ ഒക്കെ ആയില്ലേ? ആദ്യത്തെ അക്കം രണ്ടാമത്തേന്റെ ഇരട്ടിയാണ്, ഒന്നിന്റെ ഇരട്ടിയാണ് 2. 30 വരില്ല, കാരണം 3 പകുതി ഇല്ല. 40 വരും, 42. രണ്ടിന്റെ ഇരട്ടിയല്ലേ 4. ഇനി 5 പകുതി ഇല്ല അല്ലെ? നേരെ തിരിച്ചെടുത്താൽ മതി. ആദ്യത്തെ രണ്ടാമത്തിന്റെ ഇരട്ടിയാണോ? അപ്പൊ നേരെ തിരിച്ചു പറയുമ്പോ രണ്ടാമത്തെ ആദ്യത്തിന്റെ പകുതി ആവണം. അങ്ങനെ നമ്മൾ എടുത്താൽ മതി. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടും. 5 നമുക്ക് പകുതിയാക്കാൻ പറ്റില്ല, അതുകൊണ്ട് 5 വരില്ല. 6 വരും 63 അല്ലെ? 3ന്റെ ഇരട്ടിയാണ് 6. അപ്പൊ നമ്മളുടെ കണ്ടീഷൻ ഓക്കെ. 7 വരില്ല, 8 വരും 84, 9 വരില്ല. അപ്പൊ ടോട്ടൽ എത്രനായി? 1, 2, 3, 4. അപ്പൊ 4/90, 2/45 കിട്ടും. ഇനി what is the probability to become second digit as square of the first? രണ്ടാമത്തെ അക്കം ഒന്നാമത്തെ അക്കത്തിന്റെ വർഗം. രണ്ടാമത്തെ probability to become second digit as square of first. ഇപ്പൊ 1 എടുക്കാൻ നമുക്ക് അല്ലെ? 1ന്റെ വർഗമാണ് രണ്ടാമത്. ആദ്യത്തെ ഡിജിറ്റിന്റെ വർഗമായിരിക്കണം അല്ലെങ്കിൽ സ്ക്വയർ ആയിരിക്കണം രണ്ടാമത്തെ ഡിജിറ്റ്. ഇവിടെ ആദ്യത്തെ ഡിജിറ്റ് ഏതാണ്? 1. 1ന്റെ സ്ക്വയർ അല്ലേ 1? വേറെ ഇനി 10 വരുമോ? ഇല്ല. 2 വരും അല്ലെ? 2ന്റെ സ്ക്വയർ എത്രയാണ്? 4, അപ്പൊ 24. 3 വരുമോ? 3ന്റെ സ്ക്വയർ എത്രയാ? 9, അപ്പൊ 39. 4 വരുമോ? ഇല്ല, കാരണം 4ന്റെ സ്ക്വയർ എത്രയാണ്? 16 ആണ്. അപ്പൊ 4, 16 എന്ന് വരുമ്പോ 416, 3 ഒക്കെ ആയി. അപ്പൊ എത്രണ്ണേ ഉള്ളൂ? 3 എണ്ണേ ഉള്ളൂ. അപ്പൊ 3/90. ഓക്കെ. അപ്പൊ 1/30. എന്താ പറഞ്ഞു? ഇവിടെ നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റി മറിച്ചൊക്കെ ചോദിക്കാൻ പറ്റും. എന്താണോ ചോദിക്കുന്നത് അതേ രീതിയിലുള്ള നമ്പറുകൾ നമ്മൾ എഴുതുക, എന്നിട്ട് അത് കൗണ്ട് ചെയ്യുക, അതേ ബൈ ടോട്ടൽ.